ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസൺ മാർച്ച് 28-ന് ആരംഭിക്കാനിരിക്കെ IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കഷ്ടകാലം മാറുന്നില്ല. KKRൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ താരങ്ങൾക്ക് പരിക്ക് പറ്റിയതാണ് KKRന് തിരിച്ചടിയായിരിക്കുന്നത്. ഇപ്പോൾ ഇത് അവസാനമായി ഇന്ത്യൻ പേസർ ആകാശ് ദീപും പരിക്കിൻ്റെ പിടിയിൽ ആയിരിക്കുകയാണ്. 1 കോടി രൂപയ്ക്ക് KKR ടീമിലെത്തിച്ച താരം പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ KKRന് വേണ്ടി കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നേരത്തെ KKR ടീമിൻ്റെ വിശ്വസ്തനായ പേസർ ഹർഷിത് റാണ പരിക്കുപറ്റി പുറത്തായിരുന്നു. കൂടാതെ ശ്രീലങ്കൻ പേസർ മതീഷ പതിരാനെയും പരിക്ക് കാരണം ഈ സീസണിൽ കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. ഇത്തവണത്തെ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയ മലയാളി താരം സഞ്ജു സാംസൺ പരിശീലനം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം CSKയുടെ ക്യാമ്പിലെത്തിയ താരത്തിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ചെന്നൈയുടെ തല MS ധോണിക്കൊപ്പം ഗ്രൗണ്ടിലിരുന്ന് സഞ്ജു സംസാരിക്കുന്ന വീഡിയോയും ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്നലെ നെറ്റ്സിൽ പരിശീലനം ആരംഭിച്ച സഞ്ജു പന്തിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. ഇത്തവണ എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. 2020 ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം IPL സഞ്ജുവിൻ്റെ പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആദ്യ മത്സരം രാജസ്ഥാൻ റോയൽസിനെതിരെയാണ്. രാജസ്ഥാനെ നേരിടാനുള്ള മുന്നൊരുക്കമാണ് സഞ്ജു സാംസൺ CSKയുടെ ക്യാമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു. IPL പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെ നിലപാടുകൾ വ്യക്തമാക്കി ടീമുകളിലെ സൂപ്പർ താരങ്ങൾ രംഗത്തെത്തി. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിട്ടിയ കിരീടം നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ്. ഇത്തവണത്തെ മത്സരങ്ങൾ കടുപ്പമേറിയ മത്സരങ്ങൾ ആയിരിക്കുമെന്നാണ് RCBയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയുടെ വിലയിരുത്തൽ. അതിനാൽ സീസണിന് മുമ്പ് തന്നെ സഹതാരങ്ങൾക്ക് കോഹ്ലി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇത്തവണ കഴിവിൻ്റെ 120% ടീമിനായി നൽകാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കോഹ്ലി സഹതാരങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ ചാമ്പ്യന്മാരായ RCBയെ ഈ സീസണിൽ മറ്റ് ടീമുകൾ കരുതലോടെയാകും നേരിടുക. അതിനാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ പരിശീലനത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കോഹ്ലി സഹതാരങ്ങളോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ IPL സീസണിൽ നഷ്ടപ്പെട്ടു പോയ കിരീടം ഇത്തവണ തിരികെ പിടിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചാബ് കിങ്സ്. ഇത്തവണ കിരീടം തന്നെയാണ് ലക്ഷ്യമെന്ന് പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യർ. മൈതാനത്തിറങ്ങുമ്പോൾ മത്സരം ജയിക്കുകയാണ് ഏറ്റവും പ്രധാനം. കിരീടമാണ് മനസ്സിൽ ഉള്ളതെന്നും ശ്രേയസ് അയ്യർ പറയുന്നു. പുതിയ IPL സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ പുതിയ ജേഴ്സി പ്രകാശന വേളയിലാണ് ശ്രേയസ് അയ്യർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് ഈ സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ ആദ്യ മത്സരം. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് ഫൈനലിൽ എത്തിയെങ്കിലും RCBക്ക് മുന്നിൽ പരാജയപ്പെടുകയായിരുന്നു. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചാണ് RCB IPLൽ ആദ്യ കിരീടം ഉയർത്തിയത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ വിജയം തേടിയിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ മുന തുടക്കത്തിൽ തന്നെ ഒടിച്ചു പഞ്ചാബ് FC. കൊച്ചി സ്വന്തം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്കാണ് പഞ്ചാബ് FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഇതോടെ സീസണിൽ ഒരു വിജയം പോലും നേടാതെ പരാജയം തുടർക്കഥയാക്കി മാറ്റിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. മത്സരത്തിൻ്റെ 6-ാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ പ്രഹരമേൽപ്പിച്ച പഞ്ചാബ് FC ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ നേടി. 2-ാം പകുതിയിൽ ഫാലോ എൻഡിയിലൂടെ ഹെഡർ ഗോൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ആശ്വാസ ഗോൾ. പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 13-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അയർലൻഡ് പര്യടനം നടത്തും. ജൂൺ മാസമാണ് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള 2 മത്സരങ്ങളടങ്ങുന്ന 2020 പരമ്പര നടക്കുന്നത്. ജൂൺ 26, 28 തീയതികളിലാണ് മത്സരം. ഇന്ത്യയുടെ അയർലൻഡ് പര്യടനത്തിൽ യുവതാരങ്ങൾക്കാകും പ്രാധാന്യം നൽകുക. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഉണ്ടാകും. പരിചയസമ്പത്ത് മുൻനിർത്തി സഞ്ജുവിനെ ടീമിൻ്റെ ക്യാപ്റ്റനാക്കാനും സാധ്യതയുണ്ട്. IPLന് പിന്നാലെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലും ബംഗ്ലാദേശ് താരങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ ബംഗ്ലാദേശ് താരങ്ങൾക്ക് ഇതുവരെ അനുമതി ക്രിക്കറ്റ് ബോർഡ് നൽകിയിട്ടില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് താരങ്ങൾക്ക് പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള അനുമതി ഇതുവരെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് നൽകാത്തത്.